ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, മുസ്ലിമീങ്ങളായി, മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് അതിൻ്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ്. അഥവാ ഒരു മുസ്ലിം മരിക്കുമ്പോൾ അവൻ്റെ വിശ്വാസവും പ്രവർത്തനവും എന്താണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്. നിങ്ങൾ നേരത്തെ എന്തായിരുന്നു എന്നത് പരിഗണിക്കപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു റമളാനിലെ നിങ്ങളുടെ ഭക്തി മാത്രം പരിഗണിക്കപ്പെടുകയില്ല. ഏതെങ്കിലും ഒരു ദിവസത്തിലെ നിങ്ങളുടെ ഭക്തി മാത്രം പരിഗണിക്കപ്പെടുകയില്ല. ആ ഭക്തിയും ആ ഈമാനും തഖ്വയും മരിക്കുന്നതുവരെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? മരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്, അത് പരിശോധിച്ചിട്ടാണ് ആ വ്യക്തിക്ക് വിജയപരാജയമുണ്ടാകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യം ശ്രദ്ധിക്കണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. അൽ യഖീൻ അഥവാ മരണം വരുന്നതുവരെ, റമളാൻ തീരുന്നതുവരെ എന്നല്ല, ഏതെങ്കിലും ഒരു ദിവസത്തിലെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്നല്ല, മറിച്ച് ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്ന അവസാന നിമിഷം വരെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിലകൊള്ളണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് റമളാൻ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന ധാരണയിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കരുത്. ഈ ലോകത്തോട് വിട പറയുന്നതുവരെ നാം മുസ്ലിമീങ്ങളായിരിക്കണം, മുഅ്മിനുകളായിരിക്കണം. അതാണല്ലോ തഖ്വ കൊണ്ടുള്ള വസിയ്യത്തിലെ വളരെ വലിയൊരു വസിയ്യത്ത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം ഭയപ്പെടണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതാണ് പ്രധാനം. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അല്ലാഹുവിന് കീഴൊതുങ്ങിയ യഥാർത്ഥ അടിമകളായിക്കൊണ്ട് മരിക്കാൻ സാധിക്കണം. ആ നിലക്ക് ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വേറെ ചില ആളുകളുണ്ട്, അവർ പരിശുദ്ധ റമളാൻ പോലും അതിൻ്റെ പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കുന്നവരാണ്. ചില ആളുകൾ റമളാൻ 10 കഴിഞ്ഞാൽ അവരുടെ ആവേശം കഴിഞ്ഞു. വേറെ ചില ആളുകൾക്ക് അവസാനത്തെ 10 തുടങ്ങിയാൽ ആവേശം കഴിഞ്ഞു. മഹാഭൂരിപക്ഷം ആളുകൾക്കും റമളാൻ 27 കഴിഞ്ഞാൽ പിന്നെ റമളാൻ ഇല്ല, 27ഓടുകൂടി റമളാൻ മാസം 27 ഉള്ളൂ എന്ന രൂപത്തിൽ 27ഓടുകൂടി അവസാനിക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 2 ഹദീസുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ. റമളാനിൽ അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നു. വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. എല്ലാ രാത്രിയിലും 27-നുമുണ്ട്, 28-നുമുണ്ട്, 29-നുമുണ്ട്. ഇനി ആ മാസം 30 ഉണ്ടെങ്കിൽ 30-ാമത്തെ രാവിലും അത് സംഭവിക്കുന്നു. നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അവസാന നിമിഷമാണെങ്കിലും രക്ഷപ്പെടണം. കാരണം ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവർ വിജയിച്ചിരിക്കുന്നു. എങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ റമളാനിലെ അവസാനത്തെ രാത്രിയും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ 27 കഴിഞ്ഞ് എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത്? വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇൽതമിസൂ ലൈലത്തുൽ ഖദ്രി ഫീ ആഖിരിൽ ലൈല. ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ റമളാനിന്റെ അവസാന രാത്രിയിലും പ്രതീക്ഷിക്കൂ. എന്ന് പറഞ്ഞാൽ 29-ന് മാത്രമല്ല, 30-നും ഇരട്ടയിലും പ്രതീക്ഷിച്ചോളൂ. ഒറ്റയിലും പ്രതീക്ഷിക്കണം, ഇരട്ടയിലും പ്രതീക്ഷിക്കണം, 29-ലും പ്രതീക്ഷിച്ചോളൂ. ഇനി ആ മാസം 30 ഉണ്ടെങ്കിൽ ഇൽതമിസൂ ലൈലത്തുൽ ഖദ്രി ഫീ ആഖിരിൽ ലൈല.
റമളാനിന്റെ അവസാന രാത്രിയിലും ലൈലത്തുൽ ഖദ്റുണ്ട്. അതുകൊണ്ട് 27ഓടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ള നിലക്ക് ഒരിക്കലും നാം അവസാനിപ്പിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഗൗരവമേറിയ മറ്റൊരു ഹദീസ്, പ്രവാചകൻ പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യന്റെ മൂക്ക് നിലത്ത് പതിക്കട്ടെ, അഥവാ അവൻ പരാജയപ്പെട്ടു തോറ്റുപോകട്ടെ. ആരാണവൻ? ദഖല അലൈഹി റമദാൻ സുമ്മൻ സലഖ മിൻഹു ഫലം യുഗ്ഫർ ലഹു. ആ വ്യക്തി ജീവിച്ചിരിക്കെ ഒരു റമളാൻ അയാളുടെ ജീവിതത്തിലേക്ക് വന്നു. പിന്നീട് ആ റമളാൻ വിട പറഞ്ഞു പോയി. പക്ഷേ അയാളുടെ പാപങ്ങൾ അപ്പോഴും പൊറുക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ തോറ്റുപോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ വിജയിക്കാനുള്ള വളരെ വലിയ ചാൻസാണ് റമളാൻ. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയ ചാൻസാണ് റമളാൻ. ആ റമളാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അത് ഗൗരവമേറിയതാണ്. അതുകൊണ്ട് മണിക്കൂറുകൾ ഇനിയും ബാക്കിയുണ്ട്. അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക. പ്രാർത്ഥന കേൾക്കുന്നവനാണ് അല്ലാഹു. ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബുൻ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, സമീപസ്ഥനാണ്, ഉത്തരം നൽകുന്നവനാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നേടിത്തരാൻ കാരണമായി തീരുന്ന ഒരുപാട് നന്മകൾ പഠിപ്പിക്കുകയാണ്. ഈ നന്മകളെ റമളാനിന് ശേഷവും നിലനിർത്തണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗമ് തന്നെയാണ്. റമളാനിൽ മാത്രമല്ലല്ലോ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തിയത് നോമ്പാണ്. പ്രവാചകൻ പറഞ്ഞത്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു. നിങ്ങൾ നോമ്പ് നോറ്റോളൂ, അതിന് തുല്യം നിൽക്കുന്ന മറ്റൊന്നില്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്നഹ്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഒരാൾ നോമ്പ് നോൽക്കുകയും ആ നോമ്പുള്ള ദിവസത്തിലോ അതിന്റെ രാത്രിയിലോ അയാൾ മരണപ്പെടുകയും ചെയ്താൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ്. നോമ്പുകാരനായി മരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നോമ്പ് എന്നുള്ള ശീലം റമളാനിന് ശേഷവും നിലനിർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്, ധാരാളമായി സദഖ ചെയ്യുക എന്നുള്ളത്, അതേപോലെ തന്നെ സക്കാത്ത് റമളാനിലുള്ള കാര്യമല്ല, അതല്ലാത്ത സന്ദർഭത്തിലും സക്കാത്തുണ്ട്. ഹൗല് തികയുന്നത് എപ്പോഴാണോ അപ്പോഴെല്ലാം സക്കാത്തുണ്ട്, സദഖയുമുണ്ട്. അത് റമളാനിൽ മാത്രം പരിമിതമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആരാണോ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു സദഖ ചെയ്യുന്നത്, റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് ഒരു സദഖ ചെയ്ത് ആ സദഖ ചെയ്ത ദിവസമാണ് ആ വ്യക്തി മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മാ മിൻ അബ്ദിൻ യുസ്ബിഹു മാ മിൻ യൗമിൻ യുസ്ബിഹുൽ അബ്ദു ഫീഹി. ഒരു അടിമ നേരം വെളുത്താൽ പ്രഭാതത്തിലായാൽ അത് ഏത് ദിവസമാകട്ടെ, ഇല്ലാ യൻസിലാനി മലക്കാൻ, രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. യഖൂലു അഹദുഹുമ, അതിൽ ഒരു മലക്ക് പറയും, അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുവേ, ചെലവഴിക്കുന്നവർക്ക് നീ പകരം വെച്ചു കൊടുക്കണേ റബ്ബേ. നിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണേ റബ്ബേ. അപ്പോൾ രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ ആതി മുംസികൻ തലഫ. അല്ലാഹുവേ, ധനം തീർന്നു പോകുമെന്ന് വിചാരിച്ച് പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുന്നവർക്ക് നീ പാപ്പരത്വം നൽകണമേ എന്ന് മലക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, റമളാനിലല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാനിന് ശേഷവും ചെലവഴിക്കേണ്ട നന്മയുടെ മാർഗങ്ങളിൽ നാം പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക. റഹ്മാനായ റബ്ബ് പകരം നൽകുന്നതാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്ത് അറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആനിന്റെ ആളുകൾക്ക് ഖുർആൻ ശുപാർശയുമായി ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. ഏറ്റവും നാം സ്നേഹിച്ച നമ്മുടെ മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും കൂട്ടുകാരും നേതാക്കളും അനുയായികളും നമ്മളെ വിട്ടു പോകുന്ന ഒരു ദിവസം
പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയുമെങ്കിൽ ഖുർആനിന്റെ സാഹിബുകളാകൂ. ആ ഖുർആനിന്റെ പാരായണത്തിലൂടെ സമാധാനം കണ്ടെത്തൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഹൃദയം ശാന്തമായി തീരുന്നത്. പരിശുദ്ധ ഖുർആനിനെ നിരന്തരം മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. അതോടൊപ്പം ധാരാളമായ ദിക്റുകൾ, ദുആകൾ അത് നിരന്തരമായി നമ്മൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി വസബ്ബിഹ് അത്റാഫൻ നഹാരി ലഅല്ലക തർലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജനങ്ങളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അഥവാ ഫജ്റിന് ശേഷം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും അഥവാ അസറിന് ശേഷം നിങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുക. രാത്രിയിലുടനീളവും പകലിന്റെ രണ്ടറ്റങ്ങളിലും നിങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുക. എന്താണ് അതിന്റെ നേട്ടം? ലഅല്ലക തർലാ. നബിയെ, താങ്കൾ തൃപ്തിപ്പെട്ടേക്കാം. ആ ദിക്റുകൾ, ആ ദുആകൾ, അതിന്റെ മഹത്വം മഹ്ശറിൽ കാണുന്ന സന്ദർഭത്തിൽ ഏറ്റവും സംതൃപ്തിയുള്ള ഒരവസ്ഥ ലഭിക്കുന്ന, കൺകുളിർമ ലഭിക്കുന്ന ഒരവസ്ഥ ഖിയാമത്ത് നാളിൽ ഉണ്ടാകും. അതുകൊണ്ട് ദിക്റുകളും ദുആകളും നിങ്ങൾ തുടരെ നിർവഹിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്മയിൽ മുദാവമത്തുണ്ടാകട്ടെ. ഒരിക്കൽ ഒരു സഹാബി, ഒരിക്കൽ ഒരു താബിഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന് പ്രത്യേകമായ ദിവസങ്ങളിൽ പ്രത്യേക അമലുണ്ടായിരുന്നോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ലാ കാന അമലുഹു ദീമ. പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ പതിവായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എല്ലാം സ്ഥിരമായി ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ കുറെ ചെയ്ത് പിന്നെ ചെയ്യാതിരിക്കുന്ന ആ ഒരു ശീലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്തു, അഹബ്ബുൽ അമാലി ഇലല്ലാഹ് മാ ദാവമ അലൈഹി സാഹിബുഹു വ ഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അതിന്റെ സാഹിബ് പതിവായി ചെയ്യുന്ന അമലാണ്. അത് കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് കണ്ടിന്യൂസ് ആയി പതിവായി ചെയ്യുക എന്നത് റബ്ബിലേക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് റമളാനിന്റെ ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ട് പതിവായി മരിക്കുന്നതുവരെ നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ റബ്ബ് അതിവിപുലമായ കാരുണ്യമുള്ളവനും അടിമകളോട് അങ്ങേയറ്റം ദയാവായ്പുമുള്ളവനുമാകും. ഒരു ഉമ്മക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ 100 ഇരട്ടി സ്നേഹം അടിമകളോട് അള്ളാഹുവിനുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മാനായ റബ്ബ് അടിമകളെ, അവനിൽ വിശ്വസിക്കുന്ന അടിമകളെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം. അവരുടെ ഈമാൻ കാരണത്താൽ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലേക്ക് അല്ലാഹു അവരെ നയിക്കുമെന്ന്. നമ്മുടെ ഈമാൻ കൊണ്ട് അൽഹംദുലില്ലാ നാം അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ പ്രവാചകനിൽ വിശ്വസിച്ചിരിക്കുന്നു, വേദഗ്രന്ഥങ്ങളിലും പരിശുദ്ധ ഖുർആനിലും നാം വിശ്വസിച്ചിരിക്കുന്നു, മരണാനന്തര ജീവിതത്തിലും സ്വർഗനരകങ്ങളിലും നാം വിശ്വസിച്ചിരിക്കുന്നു. ആ വിശ്വസിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ റഹ്മാനായ റബ്ബ് ഓരോ വഴികൾ കാണിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് റമളാനിലെ നോമ്പ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തിട്ട് അല്ലാഹു അവരെ ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ടും ഇനിയും റമളാനിൽ വല്ലതും സംഭവിച്ചാലോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തൽ ഫിത്ർ തുഹറതൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ് വതുഅമതൻ ലിൽ മസാകീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. ഒന്നാമത്തെ ലക്ഷ്യം, നോമ്പുകാരെ എന്തെങ്കിലും അരുതാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ നോമ്പ് നോറ്റുകൊണ്ടിരിക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി. അൽഹംദുലില്ലാ വഹുവർ റഹ്മാനുർ റഹീം.
അള്ളാഹു പരമകാരുണികനും കരുണാവാരിധിയുമാണ്. അങ്ങനെ നിങ്ങളുടെ ആ പാപങ്ങൾ പുറത്ത് നിങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവിടെ അതുല്യമായ മറ്റൊരു കാരുണ്യം കൂടി. എന്താണത്? തുഅമ്മത്തല്ലിൽ മസാക്കീൻ, പാവങ്ങളായ ഫക്കീറുകളായ ആളുകൾക്ക് പെരുന്നാൾ നല്ല രൂപത്തിൽ ആഘോഷിക്കുവാൻ, അവർ ഒരിക്കലും പട്ടിണി കിടക്കാതിരിക്കാൻ അവർക്കുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക് നിങ്ങൾ അവർക്ക് ആ നിലക്ക് നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണോ അത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് അതൊരു സാ ആണ്, അഥവാ ഏകദേശം 2.5 കിലോ അരി സക്കാത്തുൽ ഫിത്ർ നൽകണം. അത് സക്കാത്താണ്, നിർബന്ധമാണ്, സദഖയല്ലത്, നിർബന്ധമാണ്. ഓരോ വ്യക്തിക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ കീഴിൽ ആരാണോ ഉള്ളത് അവരുടെ പേരിലെല്ലാം തന്നെ ആ സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടതാണ്. UAE അതിന് നിശ്ചയിച്ചത് 25 ദിർഹംസാണ്. ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിൽ അത് ഏൽപ്പിക്കുക. പക്ഷേ ജനങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് ഭക്ഷണമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് ഉലമാക്കൾ പറഞ്ഞതുപോലെ ഫജ്റിന് ശേഷം പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പോകുന്നതിനിടയിലുള്ള ആ ഒരു സമയമുണ്ടല്ലോ, കുറഞ്ഞ സമയം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. പിന്നെ അതിൻ്റെ താഴെയുള്ളത് ശവ്വാൽ മാസപ്പിറവി കണ്ട് ഈദ്ഗാഹിലേക്ക് പോകുന്നത് വരെ, പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നത് വരെ. പിന്നെ അതിൻ്റെയും താഴെ വരുന്നത് ശവ്വാൽ മാസപ്പിറവി കാണുന്നതിൻ്റെ 2 ദിവസം മുമ്പെങ്കിലും. ആ നിലക്ക് ഇന്ന് തന്നെ നൽകിയാൽ അത് ജായിസാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഞാൻ പറഞ്ഞു. അതിനുശേഷം വല്ലവരും നൽകിയാൽ അത് സദഖ മാത്രമാണ്, സക്കാത്തല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വലിതുക്മിലുൽ ഇദ്ദഹ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. റമളാനിന്റെ എണ്ണം നിങ്ങൾ അങ്ങോട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അക്ബർ, റഹ്മാനായ റബ്ബിനെ നിങ്ങൾ വാഴ്ത്തണം, അവന്റെ വലിപ്പം പറയണം. എന്തിന്? അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയത് എന്നതിന്റെ പേരിൽ. റബ്ബ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആർക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും? ഒരു റമളാൻ എന്ന സംവിധാനം മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും സാധ്യമല്ല. ഒരു മുസ്ലിം ഒരു ദിവസം അമലാക്കുന്ന അമലുകളുണ്ടല്ലോ, ലോകത്തിലെ മഹാബുദ്ധിമാന്മാരും ധാർമ്മിക ബോധമുള്ളവരും കൂടിയിരുന്നാൽ പോലും അതുപോലൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ല. മനുഷ്യർ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ഒരു മുസ്ലിം ചൊല്ലുന്ന ദിക്റിന് പകരമായൊരു ദിക്ർ ഉണ്ടാക്കാൻ സാധ്യമേ അല്ല. അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ പാടിയത്, അല്ലാഹുവേ അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ ഫലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. അല്ലാഹുവേ നീയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല റബ്ബേ. റഹ്മാനായ റബ്ബേ നീയില്ലെങ്കിൽ ഞങ്ങൾ സദഖ ചെയ്യുകയോ ഞങ്ങൾ നമസ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെട്ട് സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസികൾ പറയുന്നൊരു വാക്ക് റബ്ബ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സർവ്വസ്തുതിയും സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അവനില്ലായിരുന്നെങ്കിൽ ഈ പ്രവിശാലമായ സ്വർഗലോകത്ത് നാം പ്രവേശിപ്പിക്കപ്പെടുമായിരുന്നില്ല. ആ നിലക്ക് റഹ്മാനായ റബ്ബിനോട് നന്ദിയുള്ള ആളുകളായി തീരുകയും റമളാനിലൂടെ ലഭിച്ച ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ട് ജീവിച്ച് മരിച്ചു പോകുവാൻ അധ്വാനിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. اللهم بلغنا ليلة القدر، اللهم بلغنا ليلة القدر، اللهم بلغنا ليلة القدر. اللهم إنك عفو تحب العفو فاعف عنا، اللهم إنك عفو تحب العفو فاعف عنا، اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.